മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നഗരസഭയിൽ ഭരണം പിടിക്കാൻ ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി മുന്നണികൾ. 30 വാർഡുകൾ, 20ലേറെ വാർഡുകളിൽ കടുത്ത മത്സരം. കാതടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം. നാടും നഗരവും ശബ്ദമുഖരിതം. വോട്ടാർക്കെന്ന ആശയക്കുഴപ്പത്തിൽ ജനങ്ങൾ. വികസനമാണ് ചർച്ചയാകേണ്ടതെന്നും പൊതുജനങ്ങൾ. ആവോലി പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. ആനിക്കാട് ചിറപ്പടിയിൽ നിന്ന് ആരംഭിച്ച റാലി അടൂപ്പറമ്പിൽ സമാപിച്ചു. കേരള കർഷക സംഘ സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൂവാറ്റുപുഴയിൽ റൂട്ട് മാർച്ച് നടത്തി. പോലീസ് സംഘടനകളോ തർക്കങ്ങളോ ഉണ്ടാകാതിരിക്കുന്നതിന് പോലീസിന്റെ പൂർണ്ണമായ മേൽനോട്ടവും നിയന്ത്രണവും ഉണ്ടാകും. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ പേഴക്കാപ്പള്ളി വരെയാണ് റൂട്ട് മാർച്ച് നടത്തിയത്. പള്ളിച്ചിറങ്ങര ത്രിദേവി ക്ഷേത്ര ദൃശ്യവിസ്മയമായി കാർത്തിക ദീപക്കാഴ്ച. തിരിതെളിഞ്ഞത് ആയിരക്കണക്കിന് മൺചിരാതുകളിൽ. ക്ഷേത്രാങ്കണം ഭക്തിസാന്ദ്രം. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ നഗരസഭയിൽ ഭരണം നിലനിർത്താൻ ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി മുന്നണികൾ. 30 വാർഡുകളുള്ള നഗരസഭയിൽ 20ലേറെ വാർഡുകളിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. മൂവാറ്റുപുഴ നഗരസഭ ഭരണം പിടിക്കാൻ ഇടതുമുന്നണി നീക്കം ശക്തമാക്കിയിരിക്കെ ഭരണം നിലനിർത്താൻ ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി UDFും. 30 വാർഡുകളുള്ള നഗരസഭയിൽ 20ലേറെ വാർഡുകളിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയ UDF മൂവാറ്റുപുഴ നഗരസഭയിൽ ഭരണം നിലനിർത്താനും ഭരണം നഷ്ടപ്പെട്ട LDF ഭരണം തിരികെ പിടിക്കുന്നതിനായുള്ള കനത്ത പ്രകടനങ്ങളാണ് നഗരസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ കാഴ്ചവെക്കുന്നത്. BJPയും കോൺഗ്രസ് വിമതരും മത്സരിക്കുന്ന ഏതാനും വാർഡുകളിൽ ശക്തമായ ത്രികോണ മത്സരവുമുണ്ട്. നിലവിൽ 28ാം വാർഡ് UDF കൗൺസിലർ KK സുബൈർ കോൺഗ്രസ് വിമതനായി 1ാം വാർഡിൽ മത്സരിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് KK സുബൈറിനെ 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. UDF ഭരണകാലത്ത് നടത്തിയ നേട്ടങ്ങൾ ഊന്നിപ്പറയുമ്പോൾ കോട്ടങ്ങൾ ആയുധമാക്കുകയാണ് LDF. UDFനായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, LDFനായി CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ തുടങ്ങിയ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പോർക്കളത്തിൽ സജീവമായി സ്ഥാനാർത്ഥികൾക്കൊപ്പമുണ്ട്. അതിനാൽ തന്നെ മൂവാറ്റുപുഴ നഗരസഭയിൽ ഭരണം പിടിക്കാൻ UDFും LDFും കനത്ത പോരാട്ടമാണ് നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് ആവേശം കൂടിയതോടെ നാടും നഗരവും ശബ്ദമുഖരിതമായി. മത്സരിച്ചുള്ള അനൗൺസ്മെന്റുകൾ ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ആവേശം കൂടിയതോടെ നാടും നഗരവും ശബ്ദമുഖരിതമായി. മത്സരിച്ചുള്ള അനൗൺസ്മെന്റുകൾ ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. ജീപ്പുകളിൽ കൂറ്റൻ സൗണ്ട് സിസ്റ്റങ്ങളും ആംപ്ലിഫയറുകളും ഘടിപ്പിച്ച് നഗരത്തിലൂടെ പാഞ്ഞു പോകുന്ന വാഹനങ്ങളാണ് ശല്യമാകുന്നത്. പഴയതുപോലെ മൈക്കിലൂടെ നേരിട്ട് വിളിച്ചു പറയുന്ന രീതി മാറി എല്ലാം ഇപ്പോൾ ഹൈടെക്കായി. പ്രൊഫഷണൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ അനൗൺസ്മെന്റുകളും ഹിറ്റ് പാട്ടുകളുടെ ഇനത്തിൽ പാരഡി ഗാനങ്ങളും തയ്യാറാക്കി ഇവ പെൻഡ്രൈവിലാക്കി ആംപ്ലിഫയറുകളുടെ സഹായത്തോടെ അത്യുച്ചത്തിൽ കേൾപ്പിച്ചാണ് വാഹനങ്ങൾ പായുന്നത്. സ്ഥാനാർത്ഥികളെ പ്രകീർത്തിച്ചും വികസന കാഴ്ചപ്പാടുകൾ വിളമ്പിയും എത്തുന്ന ഈ വാഹനങ്ങൾ പലപ്പോഴും പ്രദേശവാസികൾക്ക് വലിയൊരു ശല്യമായി മാറുന്നു. ഈ ശബ്ദമലിനീകരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വീടുകൾക്കുള്ളിൽ കഴിയുന്നവരെയാണ്. ഉച്ചഭാഷിണികളുടെ ശബ്ദം കേട്ട് ഞെട്ടിയുണരുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പല വീടുകളിലെയും നിസ്സഹായ കാഴ്ചയാണ്. കൂടാതെ രോഗികൾ, വയോജനങ്ങൾ, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവരും ഈ ബഹളത്തിൽ വലയുന്നു. ശബ്ദം കൂട്ടി ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം തിരിച്ചടിയാകുന്നുവെന്നും സൂചനയുണ്ട്. മത്സരിച്ചുള്ള ഈ ശബ്ദപ്രളയം കാരണം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന ആശയക്കുഴപ്പത്തിലാണ് പലരും. മാത്രമല്ല ഈ ബഹളം സഹിക്കവയ്യാതെ പ്രതിഷേധ സൂചകമായി ശല്യപ്പെടുത്തുന്നവർക്ക് വോട്ടില്ല എന്ന നിലപാടിലേക്ക് ചിലർ എത്തുന്നുമുണ്ട്. വികസനമാണ് ചർച്ചയാകേണ്ടത്, മറിച്ച് ശബ്ദത്തിന്റെ അളവ് അല്ലെന്ന് രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. ആവോലി പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. KE മജീദ് അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ VK ഉമ്മർ, ഷാലി ജെയിൻ, ഫെബിൻ P മൂസ, KA നവാസ്, രാജേഷ് പൊന്നുംപുരയിടം തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൂവാറ്റുപുഴയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തി. സംഘടനകളോ തർക്കങ്ങളോ ഉണ്ടാകാതിരിക്കാനായി പോലീസിന്റെ പൂർണ്ണമായ മേൽനോട്ടവും നിയന്ത്രണവും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പോടെയാണ് റൂട്ട് മാർച്ച് നടത്തിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൂവാറ്റുപുഴ പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചു.
തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച സംഘട്ടനങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകാതിരിക്കുന്നതിനായി പോലീസിന്റെ പൂർണ്ണമായ മേൽനോട്ടവും നിയന്ത്രണവും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പോടെയാണ് പോലീസ് റൂട്ട് മാർച്ച് നടത്തിയത്. മൂവാറ്റുപുഴ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ പേടിക്കപ്പള്ളി വരെ നടത്തിയ റൂട്ട് മാർച്ചിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള വാഴക്കുളം, കല്ലൂർക്കാട്, പോത്താനിക്കാട്, കോതമംഗലം, കുട്ടമ്പുഴ, മൂവാറ്റുപുഴ തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലെ 60ഓളം പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ കേന്ദ്രസേന ഉൾപ്പെടെയുള്ളവരുടെ സേവനവും മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകും. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പള്ളിച്ചിറങ്ങര ത്രിദേവി ക്ഷേത്രത്തിൽ ദൃശ്യവിസ്മയമായി കാർത്തിക ദീപക്കാഴ്ച. തിരിതെളിഞ്ഞത് ആയിരക്കണക്കിന് മൺചിരാതുകളിൽ. പേടിക്കാപ്പള്ളി പള്ളിച്ചിറങ്ങര ത്രിദേവി ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിലെ കാർത്തിക ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ദീപക്കാഴ്ച ഭക്തർക്ക് ഭക്തിസാന്ദ്രമായ ദൃശ്യവിസ്മയമായി. 1000-ലേറെ മൺചിരാതുകൾ ഒന്നിച്ചു തെളിഞ്ഞപ്പോൾ ക്ഷേത്രാങ്കണം ഭക്തിയുടെയും പ്രകാശത്തിന്റെയും സ്വർണ്ണപ്രഭയിൽ മുങ്ങി. ക്ഷേത്രമുറ്റത്തും ക്ഷേത്രത്തിലേക്കുള്ള വഴികളിലും ക്ഷേത്രച്ചെറിയുടെ കൈവരികളിലുമായി നിരത്തിവച്ച ആയിരക്കണക്കിന് മൺചിരാതുകളിലാണ് ദീപം തെളിയിച്ചത്. വൈദ്യുത ദീപങ്ങൾ പൂർണ്ണമായും അണച്ചതോടെ മൺചിരാതുകളിൽ നിന്നും നിലവിളക്കുകളിൽ നിന്നും ഉയർന്ന നാളങ്ങൾ ക്ഷേത്രത്തെ സ്വർണ്ണവർണ്ണമണിയിച്ചു. വിശാലമായ ചിറയുടെ അരികുകളിൽ തെളിയിച്ച ദീപങ്ങളുടെ ശോഭ ഓളങ്ങളിൽ പ്രതിബിംബിച്ചപ്പോൾ അത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കാണികൾക്ക് വർണ്ണാഭമായ മറ്റൊരു കാഴ്ചാനുഭവമായി മാറി. ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി ഹരികൃഷ്ണൻ നമ്പൂതിരി പകർന്നു നൽകിയ ദീപം ഭക്തർ ഏറ്റുവാങ്ങി മൺചിരാതുകളിലേക്ക് പകരുന്ന ചടങ്ങോടെയാണ് ദീപക്കാഴ്ചയ്ക്ക് തുടക്കമായത്. കാർത്തിക നാളിൽ ദേവീ സന്നിധിയിൽ ഒരു ദീപമെങ്കിലും തെളിയിക്കാൻ സാധിച്ചത് പുണ്യമായും സായുജ്യമായും ഭക്തർ കരുതുന്നു. സരസ്വതി, ലക്ഷ്മി, പാർവതി എന്നീ 3 ദേവിമാർ ഒരേ ശ്രീകോവിലിൽ ഒരേ പീഠത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായി ഇരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പള്ളിച്ചിറങ്ങര ത്രിദേവി ക്ഷേത്രം എന്ന് ഭാരവാഹികൾ പറയുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാപ്രാപ്തിക്കും മംഗല്യഭാഗ്യത്തിനും ധനസമൃദ്ധിക്കും എല്ലാത്തിനും അതിവിശേഷമായ ഒരു ശ്രീകോവിലിലെ ദർശനം അരുളിക്കൊണ്ട് പ്രസന്നഭാവത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ദേവി കുടികൊള്ളുന്നതാണ്. ഓരോ വർഷം ചെല്ലുന്തോറും ക്ഷേത്രത്തിൻ്റെ ചൈതന്യവും ഭക്തജനങ്ങളുടെ തിരക്കും വളരെയധികം വർദ്ധിച്ചു വരുന്നു. അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക നാളുകളിലായി നടന്ന ഉത്സവത്തിന് ക്ഷേത്രം തന്ത്രി മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം നടന്ന വെടിക്കെട്ട് ആകാശത്തും വിസ്മയം തീർത്തു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.